നമസ്കാരം. ET മലയാളത്തിലേക്ക് സ്വാഗതം. വരുന്ന ആഴ്ചയിൽ, അതായത് ജൂൺ 9 മുതൽ 13 വരെയുള്ള പുതിയ വ്യാപാര ആഴ്ചയിൽ നിക്ഷേപകർക്ക് ബോണസ് ഇഷ്യൂവും സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പാക്കുന്ന കമ്പനികളുടെ ഓഹരികളുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പം ആദ്യം സ്റ്റോക്ക് സ്പ്ലിറ്റിനകത്ത് വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഓഹരിയുടെ മുഖവില അല്ലെങ്കിൽ ഫേസ് വാല്യൂ നിശ്ചിത അനുപാതത്തിൽ താഴ്ത്തിക്കൊണ്ട് അധിക ഓഹരികൾ സൃഷ്ടിക്കുന്ന ഒരു കോർപ്പറേറ്റ് നടപടിയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അഥവാ ഓഹരി വിഭജനം. ഇത് മിക്കപ്പോഴും നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി ഒരു സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയാം. അതായത് ഓഹരിയുടെ രൂപത്തിൽ നൽകുന്ന ലാഭവിഹിതമാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ കരുതൽ ധനശേഖരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിക്ഷേപകർക്ക് നിശ്ചിത അനുപാതത്തിൽ സൗജന്യമായി നൽകുന്ന അധിക ഓഹരികളാണ് ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ ബോണസ് ഓഹരികൾ. ആ ഇഷ്യൂ ചെയ്യുന്നതിനാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം പുതിയ വ്യാപാരാഴ്ചയിൽ, അതായത് ജൂൺ 9 മുതൽ 13 വരെയുള്ള ഈ വ്യാപാരാഴ്ചയിൽ 5 ലിസ്റ്റഡ് കമ്പനികളാണ് ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പാക്കുന്നത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് 2 സ്മോൾ ക്യാപ് വിഭാഗത്തിൽ നിന്നുള്ള SME വിഭാഗത്തിൽ നിന്നുള്ള ലിസ്റ്റഡ് കമ്പനികളാണ്. ഇതിൽ വെസുവിയസ് ഇന്ത്യ, മുറൈ ഓർഗനൈസർ, ജീനോസിക്കോ ലൈഫ് കെയർ തുടങ്ങിയ സ്മോൾ ക്യാപ് വിഭാഗം ഓഹരികളാണ് ഓഹരി വിഭജനം അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്താൻ പോകുന്നത്. അതേപോലെ VTM ലിമിറ്റഡ്, സമീർ അഗ്രോ ആൻഡ് ഇൻഫ്ര തുടങ്ങിയ സ്മോൾ ക്യാപ് കമ്പനികളാണ് ബോണസ് ഇഷ്യൂ അനുവദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടികളുടെയും ഈ കമ്പനികളുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടികളുടെയും ബോണസ് ഇഷ്യൂവിൻ്റെയും വിശദാംശങ്ങളും ഇത് ഓഹരിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ എങ്ങനെയെന്നുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്ന 3 ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം. ഇതിൽ ആദ്യത്തെ വെസുവിയസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന ഒരു സ്മോൾ ക്യാപ് ഓഹരിയാണ്. റിഫ്രാക്ടറി ഗുഡ്സിൻ്റെ മാനുഫാക്ചറിങ്ങും ട്രേഡ്സിലുമാണ് വ്യാപാരത്തിലുമാണ് ഈ കമ്പനി ശ്രദ്ധയൂന്നിരിക്കുന്നത്. UK ബേസ്ഡ് ആയിട്ടുള്ള വെസുവിയസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് ഇതിൻ്റെ ഒരു പേരൻറ്റ് കമ്പനി. അവർ ഗ്ലോബലി തന്നെ ഒരു മോൾട്ടൺ മെറ്റൽ ഫ്ലോ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഒരു സെക്ടറിലും ലീഡിംഗ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് വെസുവിയസ് PLC. അപ്പോൾ അതിൻ്റെ ഇന്ത്യയിലുള്ള ഒരു ഉപകമ്പനിയാണ്, അല്ലെങ്കിൽ അവരൊരു സബ്സിഡറി വിഭാഗമാണ് വെസുവിയസ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പം റെഗുലറായിട്ട് ഡിവിഡൻഡ് നൽകുന്ന ഒരു ഓഹരിയാണിത്. ഇപ്പോൾ ഇക്കഴിഞ്ഞ മെയിൽ പോലും 14 രൂപ ഓഹരി എന്നതിന് 14 രൂപ വീതം നിക്ഷേപകർക്ക് കൈമാറിയിരുന്നു. നിലവിൽ 6028 രൂപയിലാണ് ഈ ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വർഷത്തെ ഉയർന്ന വിലയ്ക്ക് സമീപമാണ് ഇത് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇനി സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ വിശദാംശം നോക്കുകയാണെങ്കിൽ 10:1 അനുപാതത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് നിലവിൽ 10 രൂപ മുഖവിലുള്ള ഒരു ഓഹരി 1 രൂപയെ മാറ്റപ്പെടും. അപ്പോൾ അതായത് ഇപ്പോൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ഓഹരി ഇതിൻ്റെ നിർദ്ദിഷ്ട സ്പ്ലിറ്റ് തീയതിക്ക് ശേഷം 1 രൂപ മുഖവിലയുള്ള അല്ലെങ്കിൽ 1 രൂപ ഫേസ് വാല്യൂള്ള 10 വെസുവിയസ് ഓഹരികളെ മാറ്റപ്പെടുമെന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം. അപ്പം ഇതിൻ്റെ ഭാഗമായുള്ള എക്സ്പ്ലിറ്റ് തീയതിയായി ജൂൺ 10 നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ജൂൺ 10 മുതൽ ഇതിൻ്റെ ഓഹരികളിൽ ഈ ഒരു വ്യത്യാസം വരും. ഇനി ഓഹരിയിലെ മാറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ്പ്ലിറ്റ് തീയതി 10, അപ്പം 9 ഒരു ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഇപ്പം വെള്ളിയാഴ്ച ക്ലോസിംഗ് പ്രൈസ് തന്നെയായ 6028 അല്ലെങ്കിൽ 6000 രൂപയാണ് നമുക്ക് കരുതാം. അതായത് എക്സ്പ്ലിറ്റ് തീയതിയുടെ തൊട്ട് തലേ ദിവസം വെസുവിയസിൻ്റെ ഓഹരിയുടെ വില 6000 രൂപയാണെന്ന് കരുതുകയാണെങ്കിൽ എക്സ്പ്ലിറ്റ് തീയതിയിൽ, അതായത് ഓഹരി വിഭജനം സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടി ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന തീയതിയാണ് എക്സ്പ്ലിറ്റ് തീയതി എന്ന് പറയുന്നത്. അപ്പോൾ അന്നേ ദിവസം 6000 രൂപയാണ് അതിന് തലേദിവസം ഈ ഓഹരിയുടെ വിലയായിട്ടുണ്ടായിരുന്നതെങ്കിൽ എക്സ്പ്ലിറ്റ് തീയതിയിൽ ഇത് 600 രൂപയായി മാറും. അതായത് 10:1 ആയതുകൊണ്ട് 600 രൂപയായി മാറും. അപ്പോൾ ഓഹരിയുടെ എണ്ണം 10 ഇരട്ടിയാവും. അതേസമയം തന്നെ ഓഹരിയുടെ വില 10-1 താഴ്ന്നുവെന്ന് സാരം. അപ്പം ഇതാണ് വെസുവിയസ് ഇന്ത്യയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ. ഇനി രണ്ടാമതായിട്ടുള്ളത് മുറൈ ഓർഗനൈസർ എന്ന ഒരു മൈക്രോ ക്യാപ് ഓഹരിയാണ്. ഇത് BSE ലിസ്റ്റഡ് കമ്പനിയാണ്. BSE മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഹരിയാണ്. ഇത് 2012 ആരംഭിച്ച കമ്പനിയാണ്. അത് ഫാർമ കമ്മോഡിറ്റിയുടെ വ്യാപാരത്തിലാണ് ഈ കമ്പനി ശ്രദ്ധ വന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതൊരു പെന്നി ഓഹരിയുടെയാണ്. കഴിഞ്ഞ ആഴ്ച 2.24 രൂപയിൽ, അതായത് 2.24 ഈ ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം മുറൈ ഓർഗനൈസർ എന്ന ഓഹരി 2:1 അനുപാതത്തിൽ സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് സ്പ്ലിറ്റ് റേഷ്യോ 2:1 ആണ്. അതായത് ഇത് 4 വർഷത്തിനിടയിൽ രണ്ടാമത്തെ സ്പ്ലിറ്റാണ് ഈ ഓഹരിയിൽ നടക്കുന്നത്. അപ്പോൾ 2:1 സ്പ്ലിറ്റ് അനുപാതം എന്ന് പറയുമ്പോൾ 2 രൂപയുള്ള ഫേസ് വാല്യൂ 1 മാറും. അതായത് നിലവിൽ 2 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു മുറൈ ഓർഗനൈസർ ഓഹരി ഈ 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 മുറൈ ഓർഗനൈസർ ഓഹരികളെ മാറ്റപ്പെടുന്ന സാരം. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പ്ലിറ്റ് തീയതി 2025 ജൂൺ 11 ആകുന്നു. അപ്പോൾ ഓഹരിയിലുണ്ടാകുന്ന മാറ്റം എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സ്പ്ലിറ്റ് തീയതിക്ക് തൊട്ട് തലേ ദിവസം മുറൈ ഓർഗനൈസർ ഓഹരിയുടെ വില്ലേജ് ക്ലോസിംഗ് പ്രൈസ് തന്നെ ആയിരുന്ന 2.24 തന്നെയാണെന്ന് ഒരു ഉദാഹരണത്തിന് കരുതിയാൽ എക്സ്പ്ലിറ്റ് തീയതിയിൽ ഈ ഓഹരിയുടെ വില 1.12, അതായത് 1 രൂപ 12 പൈസയെ മാറുമെന്ന് സാരം. അതായത് വില പകുതിയായി താഴും, എണ്ണം നേരെ ഇരട്ടിയാകും. അപ്പം നേരത്തെ 2021 ഡിസംബറിൽ 10:2
അനുപാതത്തിൽ സ്പ്ലിറ്റ് ചെയ്തിരുന്നു. അതായത് 10 രൂപ ഫേസ് വാല്യൂ നിന്ന് 2 രൂപ ഫേസ് വാല്യൂ ആക്കിയത് 2021 ഡിസംബറിലായിരുന്നു. അതേ ഓഗസ്റ്റിൽ തന്നെ 1:1 അനുപാതത്തിൽ ബോണസ് ഇഷ്യൂവും നിക്ഷേപകർക്ക് സമ്മാനിച്ചിരുന്നു. ഇനി മൂന്നാമതായിട്ടുള്ള വരുന്ന ആഴ്ചയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന ഓഹരി ജീനോസിക്കോ ലൈഫ് കെയർ ആണ്. NSEയുടെ SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണിത്. ഒരു ലീഡിങ് ആയുർവേദിക് ഹെൽത്ത് കെയർ സർവീസസ് നൽകുന്ന ലീഡിങ് കമ്പനിയാണ്. SME വിഭാഗത്തിലാണ് ലിസ്റ്റ് ചെയ്തതെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുമ്പോൾ ഒരു 5500 കോടി രൂപയിലേറെ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പിലുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇത് ഒരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്കായിട്ട് പരിഗണിക്കാവുന്നതാണ്. അപ്പം ആയുർവേദ ആരോഗ്യ സേവനങ്ങൾ ആയുർവേദത്തിൽ അധിഷ്ഠിതമായ ആരോഗ്യ സേവനം നൽകുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. നിലവിൽ 21 സംസ്ഥാനങ്ങളെ 36 ഹോസ്പിറ്റലുകളും 74 ക്ലിനിക്കുകളും ഈ കമ്പനിക്ക് കീഴിലുണ്ട്. ഏകദേശം 1530 ഓപ്പറേഷണൽ ബെഡ്സ് ഉണ്ട്. 500ലധികമുള്ള ബെഡുകൾ പുതിയതായിട്ട് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആസൂത്രണത്തിൻ്റെ പലവിധ ഘട്ടങ്ങളിലാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച 2227 രൂപയിലായിരുന്നു ഈ ജീനോസിക്കോ ലൈഫ് കെയർ ഓഹരി ക്ലോസ് ചെയ്തത്. ഇത് ഒരു വർഷത്തെ ഉയർന്ന വില നിലവാരത്തിന് സമീപമാണിത്. അപ്പോൾ ഈ ഓഹരിയുടെ സ്പ്ലിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 10:2 ആണ്. അതായത് 10 രൂപ ഫേസ് വാല്യൂ 2 രൂപ മാറ്റപ്പെടും. അതായത് നിലവിൽ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ജീനോസിക്കോ ലൈഫ് കെയർ ഓഹരി 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 10 ഓഹരികളായി വിഭജിക്കപ്പെടുമെന്ന സാരം. ഇതിൻ്റെ എക്സ്പയറി തീയതി 2025 ജൂൺ 12 ഈ ഓഹരിയിലുണ്ടാകുന്ന മാറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, എക്സ്പയറി തീയതിക്ക് തൊട്ട് തലേദിവസം ജീനോസിക്കോ ലൈഫ് കെയർ ഓഹരിയുടെ വില ഇപ്പോൾ 2230 രൂപയാണ് ഉദാഹരണത്തിന് കരുതിയാൽ, എക്സ്പയറി തീയതിയിൽ ഈ ഓഹരിയുടെ വില 450 രൂപ നിലവാരത്തിലേക്ക് മാറ്റപ്പെടും. അതായത് വില 5-1 താഴും, പകരം ഓഹരിയുടെ എണ്ണമായിരിക്കും 5 ഇരട്ടിയായി വർദ്ധിക്കുക. ഇപ്പോൾ നേരത്തെ 2023 നവംബറിൽ 4:5 അനുപാതത്തിൽ 4:5 അനുപാതത്തിൽ ബോണസ് ഇഷ്യൂ ചെയ്തിരുന്നു. അതായത് കൈവശമുള്ള 4 ഓഹരിക്ക് 5 ബോണസ് ഓഹരികൾ വീതം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ആഴ്ചയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്ന ഓഹരികൾ നോക്കിയാൽ 2 എണ്ണമാണുള്ളത്. VTM ലിമിറ്റഡ് ആൻഡ് സമീറ അഗ്രോ ആൻഡ് ഇൻഫ്ര എന്ന 2 ഓഹരികളാണ് ഈ ആഴ്ച ബോണസ് ഷെയർ അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിലാദ്യം VTM ലിമിറ്റഡിൻ്റെ വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇതൊരു BSE ലിസ്റ്റഡ് കമ്പനിയാണ്. BSEയിൽ മാത്രം ലിസ്റ്റുള്ള കമ്പനിയാണ്. ടെക്സ്റ്റൈൽ സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു മൈക്രോ ക്യാപ്പ് ഓഹരിയാണ്. മുടങ്ങാതെ ഡിവിഡൻഡ് നൽകുന്നുണ്ട്. പക്ഷേ ഡിവിഡൻഡ് ഈൽഡ്, അതായത് പ്രതി ഓഹരി ഡിവിഡൻഡ് കുറവായാലും ഡിവിഡൻഡ് ഈൽഡ് 0.14% നിലവാരത്തിലേ ഉള്ളൂ. പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശം 75% ഓഹരികൾ ഉണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച 217 രൂപയിലായിരുന്നു VTM ലിമിറ്റഡ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 215%, 2 ഇരട്ടിയായിട്ട് ഇതിൻ്റെ ഒരു വില വർദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ വരുന്ന ഈ ആഴ്ചയിൽ ബോണസ് നൽകുന്നുണ്ട്. ബോണസ് റേഷ്യോ 3:2 ആണ്. അതായത് കൈവശമുള്ള 2 VTM ഓഹരികൾ, അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ കൈവശമുള്ള 2 VTM ഓഹരികൾക്ക് വീതം അധികമായി 3 സൗജന്യ ഓഹരികൾ കൂടി നിക്ഷേപകർക്ക് ലഭിക്കുമെന്ന് എൻ്റെ സാരം. അപ്പോൾ ഇതിനുള്ള റെക്കോർഡ് തീയതിയും ബോണസ് തീയതിയും ജൂൺ 11 നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം ഓഹരിയിൽ വരുന്ന മാറ്റം എങ്ങനെയെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 10 ഓഹരികൾ 217 രൂപ നിലവാരത്തിലായിരുന്നു അതിൻ്റെ ഒരു തീയതിക്ക് തൊട്ട് തലേദിവസം ഉണ്ടായിരുന്നു കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ബോണസ് റേഷ്യോ പ്രകാരം 3:2 പ്രകാരം അധികമായി ഇപ്പോൾ 10 ഓഹരികൾ കൈവശമുള്ളവർക്ക് 15 ഓഹരികളായിരിക്കും അധികമായി ലഭിക്കുക. അപ്പോൾ ഇതോടെ മൊത്തം ഓഹരികൾ, അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 10 ബോണസ് ഇഷ്യൂ വഴി ലഭിക്കുന്ന 15, അങ്ങനെ മൊത്തം 25 ഓഹരികളുടെ എണ്ണം ഉയരും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഓഹരിയുടെ ഒരു വില 217 നിലവാരത്തിലുണ്ടായിരുന്ന ബോണസ് തീയതിയിൽ 87 രൂപ നിലവാരങ്ങളിലേക്ക് മാറും. അതൊരു 3-1 ഏകദേശം ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി അപ്പം കൈവശമുണ്ടായിരുന്ന ഓഹരികളുടെ എണ്ണം 10-ൽ നിന്ന് അത് 2.5 മടങ്ങായിട്ട്, അതായത് 25 വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഇനി രണ്ടാമതായിട്ട് ഈ ആഴ്ചയിൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് സമീർ അഗ്രോ ആൻഡ് ഇൻഫ്ര എന്ന കമ്പനിയാണ്. NSEയുടെ SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. മൈക്രോ ക്യാപ്പ് ഓഹരിയാണിത്. അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിൻ്റെ ബിസിനസ്സിലും അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണിത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച 98 രൂപ 40 പൈസയിലായിരുന്നു സമീർ അഗ്രോ ആൻഡ് ഇൻഫ്ര ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം വരുന്ന ആഴ്ചയിൽ 4:1 ബോണസ് റേഷ്യോ 4:1 അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതായത് ഓഹരി ഉടമകൾക്ക് 4:1 അനുപാതത്തിൽ ബോണസ് ഓഹരികൾ അനുവദിക്കുമെന്ന് ആണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്ത ബോണസ് ഇഷ്യൂ ആണെങ്കിൽ അത് ഇപ്പോഴാണ് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ 4:1 എന്നുള്ള അനുപാതം പറയുകയാണെങ്കിൽ അതായത് നിക്ഷേപയുടെ കൈവശമുള്ള റെക്കോർഡ് തീയതിയിൽ നിക്ഷേപയുടെ കൈവശമുള്ള ഓരോ സമീറോ അഗ്രോ ആൻഡ് ഇൻഫ്ര ഓഹരിക്കും വീതം അധികമായി 4 സൗജന്യ ഓഹരികൾ ലഭിക്കുമെന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം.
അപ്പം ഈ ബോണസ് ഇഷ്യൂനുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ജൂൺ 11 നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓഹരിയിൽ എങ്ങനെ മാറ്റം വരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പം 4:1 ബോണസ് റേഷ്യോ. എക്സ് തീയതിക്ക് തൊട്ട് തലേ ദിവസം ഒരു 10 ഓഹരികൾ, ഈ 98 രൂപ നിലവാരത്തിലുള്ള 10 സെമിയോർ അഗ്രോ ഓഹരികൾ ആൻഡ് ഇൻഫ്ര ഓഹരികൾ കൈവശമുണ്ടെങ്കിൽ ഈ ഇപ്പോഴത്തെ ബോണസ് റേഷ്യോ പ്രകാരം എൻ്റെ റെക്കോർഡ് തീയതിയിൽ 40 ഓഹരികൾ കിട്ടും. അതായത് 10 ഓഹരികൾ കൈവശമുള്ളവർക്ക് 40 ബോണസ് ഷെയറുകൾ കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൊത്തം ഈ റെക്കോർഡ് തീയതിക്ക് ശേഷം ബോണസ് ഇഷ്യൂ വിതരണം ചെയ്ത് കഴിയുമ്പോൾ നിക്ഷേപൻ്റെ കൈവശമുള്ള മൊത്തം ഓഹരികളുടെ എണ്ണം 50 വരും. അപ്പോൾ അതായത് ബോണസ് ഇഷ്യൂന് മുന്നേ 10 ഓഹരികളായിട്ടുണ്ടായിരുന്നത് 40 ബോണസ് ഓഹരികൾ കൂടുമ്പോൾ മൊത്തം 50 ഓഹരികളായി മാറും. അപ്പോൾ ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് വില അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 20 രൂപ നിലവാരങ്ങളിലേക്ക് 98 ഉണ്ടായിരുന്ന ഓഹരി 20 രൂപ നിലവാരങ്ങളിലേക്ക് മാറും. അപ്പോൾ ഈ ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റും കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വില താഴുന്നു, അതിന് അനുവദിക എണ്ണം കൂടുന്നുണ്ട്. അപ്പം പ്രാഥമിക വിപണി മൂല്യത്തിലൊന്നും മാറ്റം വരുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് പ്രയോജനമെന്ന് നിക്ഷേപകർക്ക് തോന്നാം, സ്വാഭാവികമാണ് ആ സംശയം. അപ്പം ബോണസ് ഇഷ്യൂ നേരത്തെ സൂചിപ്പിച്ച് ഓരോ ഓഹരിയുടെ രൂപത്തിൽ ലഭിക്കുന്ന ഒരു ലാഭവിഹിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഡിവിഡൻഡ് ബോണസ് ഇഷ്യൂവിനെ പറയാറുണ്ട്. അപ്പോൾ അധിക നിക്ഷേപം നടത്താതെ തന്നെ കൈവശമുള്ള ഓഹരികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇത്തരം കോർപ്പറേറ്റ് നടപടികളിലൂടെ വരുന്നത്. കമ്പനികൾ നിക്ഷേപകർക്ക് നൽകുന്ന ഒരു റിവാർഡും കൂടിയാണത്. അപ്പം സ്റ്റോക്ക് സ്പ്ലിറ്റിലെ പോലെ ബോണസ് ഇഷ്യൂ ഒരു ഫേസ് വാല്യൂവിൽ മാറ്റം വരാത്തത് കൊണ്ട് തന്നെ റെഗുലറായിട്ട് ഡിവിഡൻഡ് പേ ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ ഭാവിയിൽ ഡിവിഡൻഡ് ഇനത്തിൽ മൊത്തം ലഭിക്കാവുന്ന തുകയിൽ വർധനയുണ്ടാകും. കാര്യം മിക്കപ്പോഴും കമ്പനികൾ ഫേസ് വാല്യൂവിൻ്റെ നിശ്ചിത അനുപാതത്തിലാണ് ഡിവിഡൻഡ് പ്രഖ്യാപിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോണസ് ഇഷ്യൂ വഴി ഓഹരിയുടെ ഫേസ് വാല്യൂവിന് മാറ്റമൊന്നും സംഭവിക്കാത്തതിനാൽ ഭാവിയിൽ ലഭിക്കാവുന്ന മൊത്തം ഡിവിഡൻഡ് ഇനത്തിൽ ഓഹരിയുടെ എണ്ണം വർദ്ധിക്കുന്നതിനാലും ഫേസ് വാല്യൂ ഇനത്തിൽ മാറ്റം വരാത്തതിനാലും ഭാവിയിൽ നിലവിൽ തന്നുകൊണ്ടിരുന്ന രീതിയിൽ തന്നെയാണെങ്കിൽ പോലും ഡിവിഡൻഡ് നൽകുന്നതെങ്കിൽ ഒരു മൊത്തം ഡിവിഡൻഡ് തുകയിൽ വർധന ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊരു അധിക വരുമാനം നേടാവുന്നൊരു നേട്ടമാണ്. അതേസമയം സ്റ്റോക്ക് സ്പ്ലിറ്റ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കമ്പനികളുടെ പെർസ്പെക്റ്റീവിൽ ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് നടപടിയാണ്. ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. അതേപോലെ തന്നെ ചില ഷെയറുകൾ വളരെയധികം വിപണി വില മാർക്കറ്റ് പ്രൈസ് ഉയർന്നു പോകുന്ന സമയത്ത് അത് റീറ്റെയിൽ നിക്ഷേപകർക്ക് താങ്ങാനാവുന്ന നിലവാരങ്ങളിലേക്ക് ആ വില കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഹോസ്റ്റൽ ടേക്ക് ഓവറൊക്കെ നമ്മുടെ ഇന്ത്യയിൽ അത്തരം സാധ്യതകളൊക്കെ വളരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബേസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൂടെ ഉദ്ദേശിച്ച് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടി ചെയ്യുന്നത്. ഇതിൽ പ്രാഥമിക പെട്ടെന്നൊരു മാറ്റം നിക്ഷേപന ഇതിനകത്ത് ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഒരു കമ്പനിയുടെ ഭാവി വളർച്ചയിലും അതായത് ഭാവി വളർച്ചയെക്കുറിച്ചുള്ള കമ്പനിയുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു നീക്കമായിട്ടാണ് സ്റ്റോക്ക് സ്പ്ലിറ്റിനെ കണക്കാക്കുന്നത്. അങ്ങനെ ഇതിലൂടെ ഒരു ഓഹരിയുടെ വില താഴുന്നു, അതേപോലെ തന്നെ ഒരു കോൺഫിഡൻസ് എന്നുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടുകയാണെങ്കിൽ ആ ഓഹരികളുടെ ഒരു മതിപ്പ് അല്ലെങ്കിൽ ഓഹരിക്ക് വിപണിയിൽ ഒരു ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ ക്രമേണ അതിൻ്റെ വില വർദ്ധിക്കേണ്ട സാഹചര്യം വരും. അങ്ങനെ കാലക്രമേണ ഒരു മൂലധന നേട്ടം, പ്രൈസ് അപ്രീസിയേഷൻ കാരണമുള്ളൊരു മൂലധന നേട്ടമാണ് സ്റ്റോക്ക് സ്പ്ലിറ്റിൽ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് രണ്ടും ഒരു കോർപ്പറേറ്റ് നടപടിയിൽ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ, ദീർഘകാലങ്ങളിൽ നോക്കിയാൽ അടിസ്ഥാനപരമായി ശക്തമായ ഓഹരികളാണെങ്കിൽ നിക്ഷേപകർക്ക് നേട്ടം സമ്മാനിക്കാവുന്ന ഒരു ഇത് തന്നെയാണ്. കരിച്ച ഒരു ഭാവി വളർച്ചയിൽ കമ്പനിക്കുള്ള ആത്മവിശ്വാസം പ്രകടമാക്കുന്ന നീക്കമായിട്ടാണ് സ്റ്റോക്ക് സ്പ്ലിറ്റിനെ ആയാലും ബോണസ് ഇഷ്യൂവിനെ വലിയ രീതിയിൽ ഒരു വലിയ അർത്ഥത്തിൽ വിശാല അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുക. അപ്പോൾ അങ്ങനെ ഓഹരി ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ കാലക്രമേണ ലഭിക്കാവുന്ന ഒരു വില വർധനവിലൂടെ അപ്പോൾ ഓഹരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് നേട്ടം അവിടെയായിരിക്കും ഉണ്ടാകുക. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും അതിൻ്റെ എണ്ണം അല്ലെങ്കിൽ മൂലധന നേട്ടത്തിൽ ഉണ്ടാകുന്ന നേട്ടം വർദ്ധിക്കും. ഓഹരിയുടെ എണ്ണം കൈവശം ഉണ്ടായിരുന്ന ഓഹരിയുടെ എണ്ണം വർദ്ധിച്ചതിനാൽ ഇതൊരു ദീർഘകാലയിൽ ഉള്ളൊരു നേട്ടമാണ്. അപ്പോൾ അത്രയും നാൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു നിക്ഷേപനായിരിക്കും ഇതിൻ്റെ നേട്ടം ലഭിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ ആഴ്ചയിൽ ബോണസ് ഇഷ്യൂവും സ്റ്റോക്ക് സ്പ്ലിറ്റും ചെയ്യുന്ന 5 ഓഹരികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് നൽകിയത്. ഇതൊരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്ത് മാത്രമാണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ പർപ്പസിൽ ഷെയർ ചെയ്തതല്ല, കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ സ്വന്തം നില വിശദമായ പഠനം നടത്തിയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടിയോ നിങ്ങൾക്ക് ഇതിലൊരു തീരുമാനം എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.